വീടിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലും പുറത്തുനിന്ന് മുറ്റത്തേക്ക് കയറിയാലും കണ്ണിൽപ്പെടുന്ന ആദ്യത്തെ വസ്തുവാണ് ഈ വാട്ടർ ടാങ്ക്. നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു വസ്തു ഏറ്റവും മനോഹരമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ മനസ്സിനും അതിൻ്റെ ആ ഒരു സൗന്ദര്യവും ഒരു കുളിർമയും ഒരു സന്തോഷമൊക്കെ പകർന്നു കിട്ടും. അതേ സെയിം എഫക്റ്റാണ് മോശം ഒരു സാധനത്തിലോട്ട് നോക്കുമ്പോഴുള്ള നമ്മുടെ മാനസികാവസ്ഥയും. നല്ല മൂഡ് പോലും പോയി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ വാട്ടർ ടാങ്കിൻ്റെ ഒരു മേക്ക് ഓവർ വീഡിയോയാണ്. എല്ലാവർക്കും പേൾ പിന്നിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വാട്ടർ ടാങ്ക് ഞങ്ങളുടെ വീട്ടിലെ രണ്ടാമത്തെ വാട്ടർ ടാങ്കാണ് കേട്ടോ. വീടിൻ്റെ ബാക്ക് സൈഡിൽ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. അപ്പോൾ അതിൽ വെള്ളം കിട്ടാതെ ആയി, വെള്ളത്തിന് ക്ഷാമം വന്ന സമയത്ത് ഫ്രണ്ടിൽ ഒരെണ്ണം കൂടി എടുത്തതാണ്. നമ്മുടെ ഗേറ്റിൻ്റെ നേരെ അടുത്ത് തന്നെ ആയതുകൊണ്ടും ഫ്രണ്ടിൽ തന്നെ ആയതുകൊണ്ടും എപ്പോഴും ഇത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും കേട്ടോ, എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം, ഒന്ന് കാണാൻ കൊള്ളാവുന്ന രീതിയിലൊന്ന് ആക്കിയെടുക്കണം എന്നിങ്ങനെ ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പം ഞാനിങ്ങനെ പല വീഡിയോസും കണ്ട് നോക്കാറുണ്ട് കേട്ടോ, എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെറിയൊരു മനസ്സിലൊരു പ്ലാനൊക്കെ ആയിട്ടാണ് ഞാൻ തുടങ്ങിയേക്കണത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഉള്ള ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയെന്ന്. 5 വർഷം ആയിട്ടുള്ളൂ, എങ്കിലും ഒരുപാട് ചെയ്യണിയൊന്നുമില്ല, എന്നാലും കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അഴുക്കൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ചട്ടിയൊക്കെ വെച്ചിരുന്നത് കൊണ്ട് അങ്ങനെയും അഴുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിൽ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടല്ലോ, ക്ലോറിൻ പൗഡർ, അത് ഇതിൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിച്ച്. അപ്പോൾ സാധാരണ നമ്മൾ ഫ്ലോറൊക്കെ കഴുകാൻ നേരത്ത് പുറത്ത് ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇതിൽ ഞാൻ ചെയ്തത്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു 1/4 മണിക്കൂറോളമേ അത് ഇട്ട് വെച്ചുള്ളൂ കേട്ടോ. അതിന് ശേഷം പിന്നെ അത് ഉണങ്ങിയപ്പോഴേക്കും നനച്ചു കൊടുത്തിട്ട് വയർ ബ്രഷ് വെച്ചാണ് തേച്ച് കഴുകണത്. നമ്മൾ വെറുതെ സോപ്പ് പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴുകുകയാണെങ്കിൽ ഒത്തിരി പ്രസ് ചെയ്ത് കുറേ നേരം ഇട്ട് ഉരച്ചൊക്കെ കഴുകേണ്ടി വരും. ബ്ലീച്ചിങ് പൗഡർ ആയതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങ് പ്രസ് ചെയ്ത് ഉരയ്ക്കേണ്ടി വന്നില്ല, വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ അത് പോയി. പിന്നെ പിന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്ലീച്ചിങ് പൗഡർ വാട്ടർ ടാങ്കിൻ്റെ അകത്തേക്ക് പോവാത്ത രീതിയിൽ ശ്രദ്ധിച്ചൊന്ന് കഴുകണമായിരുന്നു മുകളിൽ കഴുകിയപ്പം. അത് പിന്നെ ഞാൻ അങ്ങനെ നോക്കിയിട്ടൊക്കെ തന്നെയാണ് കഴുകിയത്. ഒരു ബീഡിങ് ഒക്കെ ഉള്ള കാരണം അത്ര പെട്ടെന്ന് അകത്തേക്ക് കയറൂലായിരുന്നു, എങ്കിലും നല്ലപോലെ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് കപ്പ് കൊണ്ട് കോരി കഴുകിയിട്ടും എനിക്ക് അങ്ങോട്ട് തൃപ്തിയായില്ല കേട്ടോ. പിന്നെ ഞാൻ ഓസ് കൊണ്ട് ഒന്നും കൂടെ നന്നായിട്ടൊക്കെ ഒന്ന് കഴുകി ആ മണ്ണിൻ്റെ അരിയത്തും ഒക്കെയുള്ള ബ്ലീച്ചിങ് പൗഡറൊക്കെ കളഞ്ഞിട്ടാണ് പിന്നെ അടുത്ത പണിയിലോട്ട് കയറിയത്. ഇതിന് ഞാൻ അടിച്ചിരിക്കുന്നത് വൈറ്റ് സിമൻറ്റോ അല്ലെങ്കിൽ വൈറ്റ് പെയിൻറ്റോ അല്ല കേട്ടോ, ഡോക്ടർ ഫിക്സിറ്റ് ചേർന്നിട്ടുള്ള റൂഫ് സീലിംഗ് ചെയ്യുന്ന പെയിൻ്റ് ഉണ്ടല്ലോ, ആ പെയിൻ്റാണ് ഞാൻ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കോട്ടേ അടിച്ചിട്ടുള്ളൂ, അത് നല്ല തിക്കായിട്ടാണ് അടിച്ചിരിക്കുന്നത്. ടാങ്കിൻ്റെ മുകളിൽ അടിക്കാനായിരുന്നു കേട്ടോ ഇത്തിരി ടാസ്ക്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂടി അത് കുറച്ച് വെയിറ്റാണ്, അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകയും വേണം. ഈ ബീഡിങ്ങിലൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ വീഴാതെയും നോക്കുകയും വേണമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു മുകളിൽ മാത്രം ചെയ്തപ്പോഴേക്കും. പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല, ആ മൂടിയുടെ അടിഭാഗം വരുന്ന ഭാഗം മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി അടിച്ചപ്പോഴേക്കും നല്ല ഈസി ആയിട്ട് തന്നെ അടിച്ചിട്ടാ. ഈ റിങ് ഇറക്കിയ ആൾക്കാർ തന്നെയാണ് അതിൻ്റെ ടോപ്പ് വെച്ചിട്ട് സൈഡ് തേച്ച് തന്നത്. അന്നത് അവർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സന്ധ്യ ആവാറായപ്പോഴാണ് അത് ചെയ്ത് തീർന്നത് പണി. അപ്പോൾ ബാക്കി ചെയ്യാനുള്ളത് ജൂൾസിനെ ഏൽപ്പിച്ചിട്ടാണ് അവർ പോയത്. അപ്പോൾ അതിൻ്റെ ഒരു ഏങ്കോണിപ്പ് അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിലുണ്ട്. ഇങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ പൊങ്ങിയൊക്കെയാണ് ഇരിക്കുന്നത്. അതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ള് തേക്കേണ്ടി വരും. അത് എന്തായാലും ഉടനെ നടക്കുന്ന കാര്യമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ തന്നെ അങ്ങോട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ സാറ്റർഡേ ആണ് ഞാൻ അത് ചെയ്തത്. ബാക്കി പണികൾ ചെയ്യുന്നത് സൺഡേ ആണ് കേട്ടോ. രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആയപ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് ഉണങ്ങാനായിട്ട് 1-2 മണിക്കൂർ മതി. പിന്നെ അധികം അഴുക്കും തെറിച്ചിട്ടുണ്ടായിരുന്നില്ല, മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല സാറ്റർഡേ ഈവനിങ്ങിൽ. അപ്പോൾ ഇഷ്ടികയുടെ ഒരു പാറ്റേണാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഷ്ടികയുടെ മെഷർമെൻറ്റൊക്കെ എടുത്തെങ്കിലും ഇഷ്ടികേനേക്കാളും കുറച്ചും കൂടി ഹൈറ്റൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും. അപ്പോൾ ആദ്യം ഞാൻ സ്കെയിൽ വെച്ച് ഇഷ്ടികയുടെ നീളവും പൊക്കമൊക്കെ അടയാളപ്പെടുത്തിയിട്ടാണ്, പേന വെച്ച് അടയാളപ്പെടുത്തിയിട്ടാണ് പിന്നെ മെഷറിംഗ് ടേപ്പ് പിടിച്ച് ഇങ്ങനെ ചുറ്റിനും അതുപോലെ തന്നെ ഗ്യാപ്പിട്ട് വരച്ചു കൊടുത്തിട്ടാണ്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റണുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ പൊന്നുവിനെ വിളിച്ച് അവൾ വന്ന് എന്നെ ഒന്ന് സഹായിച്ച് തന്നിട്ടാ ടേപ്പൊക്കെ പിടിക്കാനും ചുറ്റും വരയ്ക്കാനൊക്കെ ആയിട്ട്. അവളും ജൂൾസനും കൂടി പുറത്തു പോകാനിരിക്കണായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതൊന്ന് വരച്ച് കഴിഞ്ഞിട്ട് പൊയ്ക്കുമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിരുത്തിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി വരയ്ക്കാനായിട്ട് ഇരുന്നപ്പോഴേക്കും വരാന്തയിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരാൾ ഓടി വന്നിട്ടാണ് ഞാനിരിക്കണതിൻ്റെ അടിയിൽ വന്ന്, ഞാനോർത്ത് ആ വഴി അങ്ങ് പോകുന്നു, പക്ഷെ അവിടെ വന്ന് കിടപ്പായി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും,
എഴുന്നേൽപ്പിച്ച് വിടാതെ പറ്റില്ലല്ലോ. എനിക്കാണെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കും ചിരിച്ച് മതിയായി. എപ്പോഴും അത് ഞാൻ എന്തെങ്കിലും ചെയ്യണേൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കും. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു താഴെ വന്നിങ്ങനെ ചേർന്ന് കിടക്കണത്. പിന്നെ ഈ ഓണ്ടാന ഓടിച്ച് വിട്ടിട്ടാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ പണി തുടർന്നത്. അങ്ങനെ ഫസ്റ്റ് ലെയർ ബ്രിക്കിൻ്റെ ആ ഒരു പാറ്റേൺ വരച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ രണ്ടുപേരും കൂടി പുറത്തു പോയിട്ടാണ്. പിന്നെ ഞാൻ തനിയാണ് ചെയ്തത്. ടൈലിനടിക്കുന്ന ടെറാക്കോട്ട പെയിൻ്റാണ് ഞാൻ അടിക്കുന്നത്. ശരിക്കും ആ ഒരു ഇഷ്ടികയുടെ ഒരു കളർ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ബ്രിക്കിൻ്റെ ഡിസൈനൊക്കെ കൊടുക്കുമ്പോൾ മാസ്കിംഗ് ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ആ ഒരു ഗ്യാപ്പൊക്കെ കറക്റ്റ് ഷേപ്പിലും ഇതിൻ്റെ എഡ്ജൊക്കെ കറക്റ്റ് ഒരു പോയിന്റിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ മാസ്കിംഗ് ടേപ്പ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മാസ്കിംഗ് ടേപ്പ് വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോൾ ജൂഡ്സൺ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്കിംഗ് ടേപ്പൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറിജിനാലിറ്റി തോന്നില്ല. സിമൻറ്റ് പിടിക്കുമ്പോഴേക്കും അവർ മാസ്കിംഗ് ടേപ്പ് വെച്ചാണോ ചെയ്യണത്, അപ്പോൾ ഇങ്ങനെ ചെയ്യണതാണ് അതിനെ കാണാനൊരു ഭംഗി എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് അങ്ങോട്ട് സൂചിപ്പിച്ച്. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഇങ്ങനെ തന്നെ പോട്ടെ, ഇനി മാസ്കിംഗ് ടേപ്പിന് വേണ്ടിയിട്ട് ബലം പിടിക്കണ്ടല്ലോ എന്ന് കരുതി. അപ്പം മാസ്കിംഗ് ടേപ്പ് ഇല്ലാണ്ട് ചെയ്തിട്ടും വലിയ വൃത്തികേടില്ലെന്നാണ് എനിക്ക് തോന്നണത്. നിങ്ങൾക്ക് എന്താ തോന്നണത്? കുഴപ്പമില്ലല്ലേ? ഒരു ലെയർ ആദ്യത്തെ ബ്രിക്കിൻ്റെ ഡിസൈൻ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി ചോറൊക്കെ ചൂടാക്കി. അപ്പോഴേക്കും 1:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തർക്ക് വിശക്കാനൊക്കെ തുടങ്ങി. അപ്പം പിന്നെ വേഗം ഞാൻ ചോറൊക്കെ ചൂടാക്കി ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് അടുത്ത പണി തുടങ്ങിയത്. പിന്നത്തെ കാര്യം ഞാൻ ഇതിനു വേണ്ടി ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര ചെയ്തിട്ടും അങ്ങോട്ട് ഒരു കൈവഴക്കം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ ഒരു ബ്രിക്കിൻ്റെ ഒരു ഷേപ്പിൽ ഒരു കഷ്ണം ഈ കാർഡ്ബോർഡിൻ്റെ പീസ് ഉണ്ടല്ലോ അത് വെട്ടിയെടുത്തിട്ട് അത് വെച്ച് മോൾ ഭാഗം വരച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള ഭാഗം വരച്ചു കൊടുത്തിട്ടാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി എനിക്ക്. പിന്നെ ഇത് പുതിയ കമ്പനിയിൽ ഇറക്കിയേക്കണ ഇഷ്ടികയാണ് കേട്ടോ. കുറച്ച് പൊക്കം കൂടുതലാണ്. അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത്. അത് ആ ഒറ്റ റിങ്ങിൽ 2 ലെയർ തീർക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ആയത്. ഇഷ്ടികയ്ക്ക് ഇത്തിരി പൊക്കം കൂടിയെങ്കിലും എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടാ. പ്രത്യേകിച്ച് വൈറ്റും റെഡും കൂടിയുള്ള കോമ്പിനേഷൻ ഏതായാലും നന്നായിട്ടുണ്ടല്ലേ. നേരത്തെ കണ്ടിരുന്നതിനേക്കാളും നമുക്ക് മനസ്സിനൊരു സന്തോഷം തോന്നൂലേ. അപ്പം ഇനി അടുത്ത ഡെക്കറേഷൻ പണിയിലോട്ട് ഞാൻ കടക്കണേന്. കുറച്ച് പെബിൾസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഉരുളൻ കല്ലില്ലേ, ഈ ആറ്റിൽ നിന്നൊക്കെ എടുക്കണ കല്ലുണ്ടല്ലോ, അത് പല ഷേപ്പിലെ കല്ല്. അത് 25 കിലോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 250 രൂപയായിരുന്നു കേട്ടോ 25 കിലോന്. അതിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് ദിവസമായി. നമ്മളന്ന് ചെടിയൊക്കെ വാങ്ങിച്ചപ്പം ആ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. മിക്ക നഴ്സറിയിലും ഈ കല്ല് കിട്ടാറില്ല കേട്ടോ. മറ്റേ കളർ പെബിൾസൊക്കെ ഉണ്ടല്ലോ ഡെക്കറേഷൻ ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ പെബിൾസൊക്കെ മിക്ക സ്ഥലത്തും ഉണ്ട്. പക്ഷേ ഇത് എല്ലാ നഴ്സറിയിലും ഇല്ല കേട്ടോ. അപ്പോൾ അന്ന് അങ്ങനെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാനത് അന്നേ വാങ്ങിച്ചു വെച്ചതാണ്. മണ്ണിത്തിരി ഹാർഡായിട്ടാണ് ഇരിക്കണമെങ്കിലും പെബിൾസ് താഴ്ന്നു പോയാലെന്ന് പേടിച്ചിട്ടാണ് ഞാൻ അടിയിൽ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ പെബിൾസ് നിറച്ചഴുക്കാണ്, അതായത് കൽപ്പൊടിയാണ് നിറച്ച്. അപ്പം നല്ല പോലെ വാഷ് ചെയ്തെങ്കിൽ ഇതിൻ്റെ ആ ഭംഗി നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് എനിക്കൊരു തൃപ്തി ആയില്ല കേട്ടോ. ഇത്ര ഇട്ടിട്ട് എന്തോ ഒരു ഭംഗിയില്ലാത്ത പോലെ. അപ്പം ഞാൻ അതിൻ്റെ വീതി കുറച്ച് നോക്കിയിട്ടാ. ഒരു ഭാഗം വീതി കുറച്ച് ആ പ്ലാസ്റ്റിക് കവർ മടക്കി വെച്ച് നോക്കി. അപ്പം വലിയ കുഴപ്പമില്ലെന്ന് തോന്നി. എന്നിട്ടും എന്തോ ഒരു തൃപ്തിക്കുറവ്. അപ്പം ഞാൻ ഓർത്തു അതിൻ്റെ ബോർഡറായിട്ട് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അതൊരു ഭംഗി ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് അത് ഞാൻ ഇഷ്ടിക വയ്ക്കാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ ഇഷ്ടിക വെച്ച് കഴിയുമ്പോഴേക്കും ഉള്ളിൽ അങ്ങനെ കിടക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ മെറ്റൽ ഇടാമെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ മെറ്റലാണ് ഞാൻ ചുറ്റിനും കൊണ്ടുവന്നിട്ട് ഒരു ലെയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സൈഡിൽ മെറ്റലും ഈ പെബിൾസും മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. ഇതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് പെബിൾസ് ഇങ്ങനെ വെതറുന്നുണ്ട്. ഒരുപാടില്ല, അവിടെ ഇവിടെയായിട്ട് കുറച്ച് മാത്രം. അപ്പുറത്തെ സൈഡിൽ, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എനിക്ക് ചെടി വെക്കണമെന്നും കൂടിയുള്ള ആഗ്രഹമുണ്ട്. അപ്പം ഞാനതിന് കുറച്ച് കമ്പോസ്റ്റൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് മണ്ണിൻ്റെ മുകളിലായിട്ട്. അതിന് ശേഷം ഞാൻ റിയോ പ്ലാന്റ് ആണ് വെച്ച് കൊടുക്കുന്നത്. റിയോ പ്ലാന്റിൻ്റെ ചെറിയ തൈയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ചുറ്റിനുമാണ് ഞാൻ ഈ പെബിൾസ് ഇട്ട് കൊടുക്കുന്നതും മെറ്റലിൻ്റെ ബോർഡർ കൊടുക്കുന്നതും. മിറ്റം കുറവായതുകൊണ്ട് നമുക്ക് ഒത്തിരി, അത് നടക്കുന്ന സ്ഥലമാണ് അതിൻ്റെ സൈഡ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വീതിയിൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ഭാഗം മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതിനോട് അടുത്ത് കിടക്കുന്ന ആ ഒരു ഏരിയ മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ കേട്ടോ. വാൽവുള്ള ഭാഗത്ത് ഞാൻ അധികം മെറ്റലിട്ട് കൊടുത്തിട്ടില്ല. കാരണം നമുക്ക് ആ വാൽവ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ അത് ബുദ്ധിമുട്ടായെങ്കിലോ എന്ന് കരുതിയിട്ടാണ് പിന്നെ അവിടെ ഞാൻ കുറച്ച് ഭാഗം മാത്രമേ മെറ്റലിട്ട് കൊടുത്തിട്ടുള്ളൂ, പെബിൾസ് ഇട്ടിട്ടില്ല കേട്ടോ.
പിന്നെ ഈ പെബിൾസ് കണ്ടമാനം തിക്കായിട്ട് ചെടിയുടെ ചുറ്റും ഇട്ടിട്ടില്ല, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ കുറച്ച് കൽപ്പൊടി കൊണ്ടുവന്നിട്ട് അതിൻ്റെ ചുറ്റിനും ഇട്ട് കൊടുത്തതാണ്. അത് നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ചെയ്തെന്നുള്ളൂ, അല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല അതിൽ. പിന്നെ ഞാൻ നല്ല പോലെ ഇത് വെച്ച് കഴുകുകയാണ്, ഓസ് വെച്ച് വെള്ളം അടിച്ച് കഴുകിയിട്ടാണ്. നല്ല കൽപ്പൊടി ഉണ്ടായിരുന്നു, നന്നായിട്ട് ഇളകി പോകുന്നുണ്ടായിരുന്നു. ഒത്തിരി മഴയൊക്കെ കൊണ്ടതാണ് മുറ്റത്തിരുന്നിട്ട്, എന്നിട്ടും അതിൽ ചെളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വൈറ്റ് പെബിൾസ് ഇതിൻ്റെ മീതെ ഇങ്ങനെ വെതറി കൊടുക്കുന്നത്. അതുപോലെ ആ ചെടി നട്ടേക്കണേൻ്റെ ചുറ്റിനും ഇങ്ങനെ റൗണ്ടായിട്ട് അവിടെയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. റിയോ പ്ലാന്റ് നല്ല തിക്കായിട്ട് വന്നു കഴിയുമ്പം നല്ല ഭംഗിയായിരിക്കും, അതെൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണത്. ഏത് കാര്യം ചെയ്യുമ്പോഴും പ്ലാൻ ചെയ്യുന്നതിൽ നിന്ന് കുറേയൊക്കെ വ്യത്യാസം വരുത്തി നമുക്ക് ആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ഐഡിയയ്ക്ക് അനുസരിച്ച് അത് മാറ്റങ്ങളിങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെയാണ് ഈ വശത്ത് ചെടി വേണ്ട, അപ്പുറത്തെ വശത്ത് മാത്രം ചെടി വെക്കാം എന്നുള്ള ഒരു പ്ലാനിലോട്ട് ഞാൻ എത്തിയത്. ഈ വശത്ത് സ്നേക്ക് പ്ലാന്റിൻ്റെ മിനിയേച്ചർ വെക്കണം എന്നൊക്കെ തോന്നിയതാണ് ആദ്യം. പിന്നെ ഞാൻ ഓർത്തു വേണ്ട, ഈ വശം ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കട്ടെ, പെബിൾസ് മാത്രമായിട്ട് കിടക്കട്ടെ, അപ്പുറത്തെ വശത്ത് ചെടി വെക്കാമെന്ന് കരുതി. ഒത്തിരി നാളായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് കേട്ടോ, ഈ ടാങ്കിനെ ഒന്ന് ഭംഗിയാക്കി എടുക്കണം. ആരെങ്കിലും കയറി വരുമ്പോൾ തന്നെ അവരെ കൊണ്ട് അയ്യോ ഇതെന്താ ഇവിടെ വെച്ചേക്കണത് എന്ന് തോന്നിപ്പിക്കരുത്. നല്ല ഭംഗിയുണ്ടല്ലോ, കാണാൻ കൊള്ളാമല്ലോ എന്നുള്ള ഒരു ചിന്തയായിരിക്കണം കാണുന്നവരുടെ മനസ്സിലെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ മനസ്സിനൊരു സന്തോഷം തോന്നുന്നുണ്ട്, പിന്നെയും കണ്ടുകൊണ്ടിരിക്കാനായിട്ടുള്ള ഒരു തോന്നൽ വരുന്നുണ്ട്. സാധാരണ വരാന്തയിൽ വന്നിരുന്ന് ഈ ടാങ്കിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഇഞ്ചി കടിച്ച കുരങ്ങൻ്റെ മുഖം പോലെ ഇരിക്കണം എന്താണെന്ന് ചോദിക്കൂലേ, അതുപോലെ ചോദിക്കാൻ തോന്നുമായിരുന്നു എൻ്റെ മുഖം കണ്ടാൽ. പക്ഷേ ഇപ്പോൾ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് കുറച്ച് നേരം വന്നിരുന്ന് ഈ ടാങ്കിലോട്ട് നോക്കിയിരിക്കാനായിട്ട്. അപ്പോൾ അതെന്തായാലും മറ്റുള്ളവരുടെ മനസ്സിലും പ്രതിഫലിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കും ഇപ്പോൾ ഇത്രയും കണ്ടപ്പോഴേക്കും സെയിം അഭിപ്രായം തന്നെ ആയിരിക്കും എന്നാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ വാട്ടർ ടാങ്കിൻ്റെ മേക്ക് ഓവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചാനൽ ഗ്രോത്തിൻ്റെ പാതയിലാണ്, നിങ്ങളുടെ സഹായവും സഹകരണമൊക്കെ ഉണ്ടെങ്കിലേ ചാനലൊന്ന് വളർന്നു വരുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.